12500 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ചെന്നായ വിഭാഗം. ഇവയെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ പുനരുജ്ജീവിപ്പിച്ചെന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെയും കൗതുകത്തോടെയുമാണ് ശാസ്ത്ര പൊതുസമൂഹം കേട്ടത്. എന്നാൽ ഡയർവൂൾഫിന്റെ തിരിച്ചുവരവ് യാഥാർത്ഥ്യമായോ എന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളാണിപ്പോൾ ഉയർന്നിരിക്കുന്നത്. ടെക്സാസ് ആസ്ഥാനമായ കൊളോസൽ ബയോസയൻസ് എന്ന കമ്പനിയാണ് ഡയർവൂൾഫിനെ പുനരുജ്ജീവിപ്പിച്ചെന്ന് അവകാശപ്പെടുന്നത്. DNA-യും ക്ലോണിങ്ങും ജീൻ എഡിറ്റിംഗും നടത്തി ഡയർവൂൾഫുകളെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്നു എന്നാണ് വാദം. ഇതിൽ ഒന്നിന് 2024 ഒക്ടോബറിലും മറ്റൊന്നിന് ഈ വർഷം ജനുവരിയിലുമാണ് ജന്മം നൽകിയത്. എന്നാൽ ജീൻ എഡിറ്റിംഗ് വഴി തിരികെ എത്തിച്ചിരിക്കുന്നത് ഡയർവൂൾഫുകളെ തന്നെയാണോ എന്നാണ് ശാസ്ത്രലോകത്തിന്റെ സംശയം. ഈ സംശയത്തിലേക്ക് ശാസ്ത്രജ്ഞന്മാരെ നയിക്കുന്ന നിരവധി കാരണങ്ങളുമുണ്ട്. ഡയർവൂൾഫിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുവായ ഗ്രേ വൂൾഫിന്റെ ജീനിൽ നിന്ന് മാറ്റം വരുത്തിയാണ് പുനഃസൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഗ്രേ വൂൾഫിന്റെ ജീനുകൾ കൊണ്ട് ഡയർവൂൾഫ് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ലെന്ന വാദം ഉയരുകയാണ്. ജീൻ എഡിറ്റിംഗ് വഴി ഗ്രേ വൂൾഫിന്റെ ജീനുകളിൽ വെള്ള കോട്ട് കിട്ടാനും ഭാരം കൂട്ടാനും വലിയ തലകൾ കിട്ടാനുമുള്ള ജീനുകൾ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ വൂൾഫിന്റെ ജീനോമിലെ 20 ജീനുകളിൽ 14 എണ്ണം മാത്രമേ എഡിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതായത് പുനരുജ്ജീവിപ്പിച്ചിരിക്കുന്ന ചെന്നായ്ക്കൾക്ക് ഡയർവൂൾഫിന്റെ സമാനമായ ആകൃതി മാത്രമായിരിക്കും ഉണ്ടാവുക. ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്ത ഗ്രേ വൂൾഫ് തന്നെയാണിതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതേസമയം കൊളോസൽ ബയോസയൻസ് നടത്തിയ പരീക്ഷണം പരാജയമാണെന്ന് പൂർണ്ണമായും പറയാനും കഴിയില്ല. ഡി എക്സ്റ്റൻഷൻ ഗവേഷണത്തിന് ഉണർവ് പകരുന്നതാണ് ജീൻ എഡിറ്റിംഗ് പരീക്ഷണം. വംശനാശം സംഭവിച്ച ജീവിത വർഗങ്ങളുടെ പതിപ്പുകൾ സൃഷ്ടിക്കാൻ മാത്രമാണ് അവരുടെ ശ്രമം. അതായത് വംശനാശം സംഭവിച്ചതിനെ യഥാർത്ഥമായി സൃഷ്ടിക്കുകയല്ല, മറിച്ച് ഇപ്പോൾ ലഭ്യമാകുന്ന ജീനുകൾ ഉപയോഗിച്ച് സമാനമായ രൂപം മാത്രമാകും സൃഷ്ടിക്കുക. 2021 ഒരു പഠനത്തിൽ പ്രസിദ്ധീകരിച്ച DNA തെളിവുകൾ ഡയർവൂൾഫുകൾ നായ്ക്കളുടെ വളരെ പഴയ പരിണാമ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് കണ്ടെത്തിയിരുന്നു. 13,000 വർഷം പഴക്കമുള്ള ഒരു പല്ലിൽ നിന്നും 72,000 വർഷം പഴക്കമുള്ള ഒരു തലയോട്ടിയിൽ നിന്നും DNA വേർതിരിച്ചെടുക്കാനും ക്രമപ്പെടുത്താനും ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞു.